കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന സൂപ്പർ ക്രോസ് മത്സരം വിസ്മയമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. സ്റ്റേഡിയത്തിലെ ഗാലറികളിൽ മത്സരം അവസാനിക്കുന്നതുവരെ എങ്ങും ആരവങ്ങളും ആർപ്പുവിളികളുമായിരുന്നു. റേസിംഗ് ബൈക്കുകളുടെ ഇരമ്പലിന് കാതോർത്ത കായിക പ്രേമികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ സൂപ്പർ ക്രോസ് ഫിനാലെ സമ്മാനിച്ചത്. പൂനെ, ഹൈദരാബാദ്, കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ നടന്ന മത്സര ചാമ്പ്യൻഷിപ്പിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ടീം ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സ് സീസൺ 2 ചാമ്പ്യന്മാരായി കിരീടം നേടി. ചാമ്പ്യന്മാർക്ക് കിരീടം കൈമാറിയത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ. The way Big Rock Motorsports have proved to everyone that they are the champions. മലയാളികൾ മോട്ടോർ സ്പോർട്ടിങ്ങിനെ ഏറ്റെടുത്തു എന്നതിന് തെളിവായിരുന്നു സ്റ്റേഡിയത്തിലെ ജനസാഗരം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 450cc ഇന്റർനാഷണൽ ക്ലാസിൽ റൈഡർ ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സ് ഓസ്ട്രേലിയ ടീമിലെ മാഗ്നസ് കാവസാക്കി വിജയിച്ചു. അതേസമയം അപ്പോളോ ഇൻഡെ വീലേഴ്സ് ഫ്രാൻസ് ടീമിലെ കാൽവിൻ ഫോൺവില്ലെ യമഹ വൈസൈഡ് 250cc ഇന്റർനാഷണൽ വിഭാഗത്തിൽ വിജയിയായി. 250cc ഇന്ത്യ ഏഷ്യ മിക്സ് ക്ലാസ് ജേതാവായ ഡെൽവിനേറ്റർ അൽഫാരിസി തായ്ലൻഡ് KTM 250 SXF ഓടിച്ച സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കയ്യടി നേടി. എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ടിവിയിൽ കാണുന്ന പോലെ അല്ല, അവിടെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് നമുക്ക് കൈമ ഫീൽ ചെയ്യാൻ സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈമാണ് നമ്മൾ മലപ്പുറത്തായിരുന്നു. അടിപൊളിയാണ്, ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റ്. പക്ഷേ കുറേ ആൾക്കാർ പുറത്തേക്കുണ്ട്, അപ്പോൾ അവരും കൂടി കയറ്റിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടിപൊളി പരിപാടിയാക്കിയതിന് ബെറ്റർ. സെറ്റാണ്, എന്തായാലും ഞങ്ങൾ കണ്ട് സെറ്റാണ്. സീസൺ 2 ഓസ്ട്രേലിയ, ഫ്രാൻസ്, USA, ജർമ്മനി, തായ്ലൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള 36 അന്താരാഷ്ട്ര റൈഡർമാർ കാഴ്ചവെച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം. ടിക്കറ്റ് എടുത്ത് നിരവധി കാണികൾക്ക് പ്രവേശനം നിഷേധിച്ചത് പ്രതിഷേധത്തിനിടയായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇതവിടെ VIP, ഗോൾഡും പ്ലാറ്റിനും ടിക്കറ്റ് എടുത്തവരൊക്കെ വെയിറ്റിംഗില്ല. മെയിൻ എൻട്രൻസിലുള്ളവരെ കയറ്റിയിട്ടില്ല. എന്നിട്ട് ഇവർ എന്താ പറയുക പറഞ്ഞത്, ഒരു 3-4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് ലൈനിൽ ഉണ്ടും കുത്തൊക്കെ കിട്ടിയിട്ട് ഇവർ പറയാണ് നമ്മളെ കയറ്റി വിടാൻ പറ്റൂലെന്ന്. എന്താണോലോ സ്റ്റേഡിയത്തെ ആള് ഫുള്ളായോലോ അപ്പൊ ഇത്ര സ്പേസ് ഉള്ള സ്റ്റേഡിയത്തെ എന്തിനാണ് ഇത്ര ടിക്കറ്റ് വിട്ടത്? പക്ഷേ ഈ ടിക്കറ്റ് വെക്കുമ്പോൾ പരിമിതി ഇവർക്ക് നോക്കാൻ അറിഞ്ഞില്ലേ? ടിക്കറ്റ് ക്ലോസ് ചെയ്തുകൂടെ നേരത്തെ? അപ്പൊ ഇത്രയും ജനങ്ങൾ വരില്ല, ക്രൗഡ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ പിന്നെ നമ്മുടെ പരിപാടി നടത്താൻ വന്നത്? വരും സീസണുകളിലും സൂപ്പർ ക്രോസിനുള്ള കാത്തിരിപ്പിലാണ് മോട്ടോർ സ്പോർട്സ് പ്രേമികളായ മലയാളികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.